ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഹൈദരാബാദി ബിരിയാണിയാണ്. അതിനായിട്ട് ഒരു അടപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സവാള കുനുകുനായിട്ട് അരിഞ്ഞത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ചീകരിയില്ലേ അതേപോലെ ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു 4 സവാളയോടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഒന്ന് ഫ്രൈ ആകട്ടെ. അപ്പോഴത്തേനും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് അരപ്പ് വരട്ടി എടുക്കാം. ഏകദേശം ഒരു 2.25 കിലോ ചിക്കനോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 3 സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഗരം മസാലപ്പൊടി 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്, ചെറിയ സ്പൂണിനാണ്. ഇനി അടുത്തതായിട്ട് ചിക്കൻ മസാലയുണ്ടല്ലോ, അതും ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്തതാണ്. അതൊരു 3 സ്പൂണോളം ഉണ്ട്. പച്ചമുളക് അത്യാവശ്യം എരിവുള്ള കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് നല്ല കട്ട തൈരാണ്, ഒരു 4 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പൊടിയുള്ള തൈരാണ്. പിന്നെ ഒരു 5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സവാള ഫ്രൈ ആക്കിയില്ലേ, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലവണ്ണം മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ സവാള ഫ്രൈ ആക്കി ഉരുളിയില്ലേ, അതിനകത്ത് എണ്ണ ഉണ്ടായിരുന്നല്ലോ, ആ എണ്ണയിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, പെരിഞ്ചീരകം, ബേ ലീഫ്, അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. നല്ല ഫ്ലേവർ വരുന്നുണ്ട് ആ എണ്ണയ്ക്കകത്തിടുന്നത്, മൂക്കുന്നേരം നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാല പുരട്ടിയ ചിക്കൻ ഉണ്ടല്ലോ, അതങ്ങോട്ട് എല്ലാം ഇട്ട് കൊടുക്കാവേ. അങ്ങനെ ചിക്കൻ മൊത്തവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ ചിക്കൻ അരപ്പ് പുരട്ടിയ പാത്രമുണ്ട്, അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളമാകില്ല കേട്ടോ, കുറച്ച് വെള്ളം. എന്നിട്ട് ഇനി ഒരു തവി വെച്ച് നല്ലവണ്ണം എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ആ പാത്രം ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ചൊവ്വിനങ്ങോട്ട് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ഇച്ചിരി വാവിസ്താരമുള്ള വേറെ ഒരു ഉരുളി എടുത്ത് വെച്ചു കേട്ടോ. ഇടവിട്ടൊന്ന് അടിയിലൊന്ന് ഇളക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അടിക്ക് പിടിക്കാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ ഏകദേശം പകുതിയിലേറെ വേവായിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ കനിക്ക് വെള്ളമൊക്കെ അടപ്പത്ത് വെച്ച് അരി അടപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അരിക്ക് തിളയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മുടെ മസാല അടപ്പ് ചെയ്യുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ അതിനകത്തുനിന്ന് മസാലയ്ക്കകത്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കുന്നുണ്ട്. ആ ഗ്രേവിക്കകത്തുനിന്ന് തന്നെ കോരി എടുത്തിട്ടാണ് ഫ്രൈ ആക്കുന്നത് കേട്ടോ. അങ്ങനെ വേണമെന്നില്ല, ഞാൻ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കൂടുകയും ചൊല്ലി അങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പം 2 ഫ്രൈ പാനിലായിട്ട് വെച്ചിട്ടാണ് ഞാൻ ഒന്നുകൂടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. അത് തിരിച്ച് അതേപോലെ തന്നെ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രൈ ആക്കിയ ശേഷം. കറിക്കകത്ത് തന്നെ എടുത്താണ് ഫ്രൈ ആക്കിയത്. അതിന് ശേഷം വീണ്ടും ആ ഗ്രേവിയിലിട്ട് ഒന്നുകൂടെ എല്ലാം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരുമാതിരി ഒന്ന് ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രൈയും കൂടെ ആക്കിയോണ്ട് നല്ല മണവും വരുന്നുണ്ട്, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ കഴിക്കാൻ. നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചോറൊക്കെ ഇവിടെ കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ചരുവത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ ബിരിയാണി അരിയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചെറുത് ഇവിടെ അങ്ങോട്ട് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ അരി എടുത്തിരിക്കണേ. ചെറുതാണെങ്കിൽ നല്ലതാണ്. ജീരകശാല അരിയോ കൈമ റൈസൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിന് ശേഷം നമ്മുടെ ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ.
അങ്ങനെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ മല്ലിയിലയും സവാള ഫ്രൈ ചെയ്തതും പിന്നെ നെയ്യും ഒക്കെ ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടെ ഉണ്ട്, നല്ലതാണ് കേട്ടോ, വറുത്ത് ഫ്രൈ ആക്കിയിടാം. പക്ഷേ ഇത് ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ടിട്ടില്ല. ഇനി വീണ്ടും അതേപോലെ തന്നെ നമ്മുടെ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ഇങ്ങനെ മസാലയൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ ചോറിട്ട് കൊടുക്കാം. അങ്ങനെ ചോറ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന് പുറത്ത് നമ്മുടെ സവാള ഫ്രൈ ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഞാൻ 3-4 മുട്ടയും കൂടെ വെക്കുന്നുണ്ട്. അപ്പം മോൻ പറഞ്ഞ അമ്മ മുട്ടയും കൂടെ വെക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ നമുക്ക് ഇത്രയും ചോറൊന്നും വേണ്ട കേട്ടോ, വീട്ടിലേക്ക് കൊടുത്ത് വിടുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെച്ചത്. ചോറ് ഇത്രയും. അപ്പോൾ ഒരു കിലോ അരിയോളം ഞാൻ വെച്ചു, 1 കിലോ അരി മേളി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് നല്ല വെയിറ്റുള്ള എന്തെങ്കിലും എടുത്ത് വെക്കാം. അപ്പം കഴിക്കാൻ നേരം തുറക്കുമ്പോൾ നല്ല ഇതായിരിക്കാം. ആവിയിലിരുന്ന് അങ്ങനെ ദമ്മിരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ കഴിക്കാനായിട്ട് തുറന്നപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറ് ആ മസാലയൊക്കെ കൂടെ ഒന്ന് പുരട്ടി സൈഡിൽ നിന്ന് എടുക്കാം. എല്ലാം കൂടി ഇട്ട് ചിക്കൻ ഒന്ന് പൊടിക്കണം. നമ്മൾ ഫ്രൈ ആക്കിയോണ്ട് അങ്ങനെ ചിക്കൻ പൊടിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. പിന്നെ എന്നാലും ഇച്ചിരി ഇതുണ്ട് കേട്ടോ, ഫ്രൈ ഒക്കെ ആക്കുന്ന വെച്ച് താമസം എടുക്കാം. നല്ല നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാമല്ലോ നമുക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.